അപ്രീസിയേഷൻ. എല്ലാ എക്സാമിനും നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്രീസിയേഷൻ ഓഫ് എ പോം. എങ്ങനെ ഈ ഒരു അപ്രീസിയേഷൻ എഴുതണം, ഏത് രൂപത്തിൽ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു അപ്രീസിയേഷൻ്റെ 5 മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഒരു അപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അതിനൊരു ടൈറ്റിൽ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഒരു ഓണം എക്സാമിന് വരാനിരിക്കുന്ന ഒരു കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ എ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ബ്ലോവിങ് ഇൻ ദ വിൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലൈൻസ് റിട്ടൺ ഇൻ എ ഏർലി സ്പ്രിംഗ് ആൻഡ് അപ്രീസിയേഷൻ, ഈ ഒരു ഹെഡിങ് കൊടുക്കുക. മാത്രമല്ല അതിൻ്റെ 3 പാരഗ്രാഫായിട്ട് അപ്രീസിയേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ തന്നെ കൊടുക്കുന്നത് ആ ഒരു കവിതയുടെ പേര്. ദിസ് ഈസ് എ പോം ഡാഷ്, ആ ഒരു കവിതയുടെ പേര് റിട്ടൺ ബൈ ദിസ് പേഴ്സൺ. ആരാണോ ആ കവിത എഴുതിയത് ആ ഒരു പോയറ്റിൻ്റെ പേര് എഴുതി കൊടുക്കുക. അതിനുശേഷം ആ പോയറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഒരു നേച്ചറൽ പോയറ്റാണ്, അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കവിതയുടെ ആ ഒരു തീമാണ്, എത്ര വലിയ പോമാണെങ്കിലും അതിൻ്റെ ഒരു തീം നമുക്ക് 2-3 ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു തീം അവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. അവസാനം ഈ ഒരു പാരഗ്രാഫിൻ്റെ അവസാനത്തിൽ നമ്മുടെ കംപ്ലീറ്റ് കവിതയുടെയും ഒരു സ്ട്രക്ചർ, അത് ഫ്രീ വേഴ്സ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ റൈം സ്കീം എങ്ങനെയൊക്കെയാണ്, അതിലെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടോ, റൈമിംഗ് വേർഡ്സ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുകയാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് സെക്കൻഡ് പാരഗ്രാഫാണ്, ആക്ച്വലി എക്സ്പ്ലനേഷൻ. ഈ ഒരു പാർട്ടിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്റ്റാൻസയുടെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ കവിത എന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ എ ഏർലി സ്പ്രിംഗ് എന്നുള്ള ഈ ഒരു പോം പറയുന്നത് 6 സ്റ്റാൻസയുണ്ട്, അതിന് 24ഓളം ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്രീസിയേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതാനുള്ള സമയമോ സ്ഥലമോ നമുക്ക് ഉണ്ടായിരിക്കില്ല. കാരണം വെറും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ ഒരു പോർഷൻ തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു 1-2 സ്റ്റാൻസുകൾ. ആ സ്റ്റാൻസയുടെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് സെക്കൻഡ് പാരഗ്രാഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ പാർട്ടിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷനെ പറ്റി പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, നമ്മുടെ SSLCയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര 3.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. മാത്രമല്ല നമ്മുടെ മൈൻഡ് മാപ്പ് എന്നുള്ള ആ ഒരു എക്സ്ക്ലൂസീവ് നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. തുടങ്ങി ധാരാളം ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിന് ഈ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് പറയാനുള്ളത് തേർഡ് പാരഗ്രാഫാണ്. 3ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആക്ച്വലി കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു പോർഷനിലുള്ള പോയറ്റിക് ഡിവൈസസ്, ധാരാളം പോയറ്റിക് ഡിവൈസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമിലി ആവട്ടെ, മെറ്റഫർ ആവട്ടെ, അലിട്രേഷൻ ആവട്ടെ, അസൊനൻസ് ആവട്ടെ, ഇമേജറി ആവട്ടെ, ഹൈപ്പബലി ആവട്ടെ, തുടങ്ങിയിട്ട് ധാരാളം ഈ പോയറ്റിക് ഡിവൈസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പോയറ്റിക് ഡിവൈസിൽ ഏതാണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു സ്റ്റാൻസയിലുള്ളത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു അവസാനത്തെ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് എഴുതി കൊടുക്കുക. ഇനി ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, യുവർ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കൂടി അത് എഴുതി കൊടുക്കുക. കാരണം ഇത് വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കവിത അത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പോർഷൻ മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ, എനിക്ക് ഏറ്റവും ഈ ഒരു കവിത ഇഷ്ടപ്പെട്ടു, കോസ് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വരികൾ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വരി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരി സെലക്ട് ചെയ്തിട്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താക്കാൻ പറ്റും, അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയും എഴുതുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു അപ്രീസിയേഷനിൽ കുറേ പാർട്ടുകൾ നമ്മൾ പറഞ്ഞു.
അതുപോലെ തന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസുകൾ പറഞ്ഞു. ഇനി എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വരുന്ന ഓണം എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അസ്ത്ര ബാച്ച് 3.0 കാണാം.